പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള വികാരമാണ് ഒരു വിഭാഗം നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉള്ളത്. ഇവിടെയുള്ള പെരുമ്പാവൂരിലെ പ്രാദേശികമായ നേതാക്കളാണ് ഇവരൊക്കെ. DCC സെക്രട്ടറി അടക്കമുള്ള നേതാക്കളുണ്ട്. എങ്ങനെയാണ് ബ്ലോക്ക് പ്രസിഡന്റ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എൽദോസ് തന്നെ സ്ഥാനാർത്ഥിയായി വരണം എന്നുള്ളതാണോ? തീർച്ചയായും കഴിഞ്ഞ 10 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പെരുമ്പാവൂരിൽ ഉള്ള വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിക്കാരെ എല്ലാവരെയും മറ്റ് സമവായങ്ങൾക്ക് ഉൾപ്പെടെ ചേർത്ത് നിർത്തി മനോഹരമായ ഈ നാളിതുവരെ പെരുമ്പാവൂരില്ലാത്ത ഒരു 90 ലക്ഷം രൂപ വില വരുന്ന ഇന്ദിരാഭവൻ എന്ന് പറയുന്ന, ഞങ്ങൾക്ക് എപ്പോഴും പെരുമ്പാവൂരിൽ വന്നാൽ സംഘടനാ പ്രവർത്തനം നടത്താൻ കയറിയിരിക്കാൻ ഒരു ആസ്ഥാനമുണ്ടാക്കി തന്ന, പെരുമ്പാവൂരിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള, ഞങ്ങളുടെ സുഖദുഃഖങ്ങളിൽ എന്നും എപ്പോഴും ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഞങ്ങളുടെ ഒരു സഹോദര തുല്യനായ വ്യക്തിയാണ് ശ്രീ എൽദോസ് കുന്നപ്പള്ളി. എൽദോസ് തന്നെ വേണം എന്നുള്ളതാണ്. എൽദോസ് ആണോ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇപ്പോഴും അഭ്യൂഹങ്ങളാണ്. എൽദോസ് തന്നെ വേണം നിങ്ങൾ ആവശ്യപ്പെടുകയാണോ ഹൈക്കമാൻഡ്? ഞങ്ങൾ ഈ പറയാനുള്ള കാരണം, ഞങ്ങളുടെ ഈ 202 ബൂത്ത് കമ്മിറ്റികളുള്ള ഒരു നിയോജകമണ്ഡലമാണ് പെരുമ്പാവൂർ. അവിടെ സംബന്ധിച്ച എല്ലാ ബൂത്ത് പ്രസിഡന്റുമാരും നേരിട്ട് അവിടുത്തെ പ്രവർത്തകരെ അറിയുന്ന ഒരു വ്യക്തിയാണ് എൽദോസ് കുന്നപ്പള്ളി. സാധാരണക്കാർ താഴെത്തട്ടിലുള്ള ആളുകളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു MLA ആണ്. ആ MLA ഇവിടുന്ന് മാറാൻ സാധിക്കില്ല, ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നാട്ടുകാരുടെയും സാധാരണക്കാർ ഇന്ന് ഇവിടെ ഏത് പാവപ്പെട്ടവരും ഓടിച്ചെന്ന്. എൽദോസിന് ശരിക്ക് എൽദോസ് കുന്നപ്പള്ളിയെ ബന്ധപ്പെട്ട് കേസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ കേസ് കാരണമാണ് അദ്ദേഹത്തിനെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനുള്ള നീക്കം നടക്കുന്നത്. അല്ല, കേസ് ഉണ്ട് എങ്കിലും മറ്റ് ഉള്ള കേസുകളെ പോലെയല്ല ഈ കേസ്. തീർച്ചയായിട്ടും വിട്ടുപോകുന്ന ഒരു കള്ളക്കേസാണ് എന്നുള്ളത് കൃത്യമായിട്ട് അത് ഇതിനു മുമ്പ് എൽദോസ് കുന്നപ്പള്ളി ഡൽഹി ചെന്നപ്പോഴും അതവിടെ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല, ഇത്രയും വർഷങ്ങളായി. അതിനുശേഷം അദ്ദേഹം ഗ്രാമയാത്രകൾ നടത്തി ജനങ്ങളുടെ മുഴുവൻ ഇത് നേടിയെടുത്തിട്ടുള്ള ഒരാളാണ്. കേസ് ഒരു കാരണമല്ല. കേസ് എന്ന് പറയുന്നത്, കേസ് എൽദോസ് കുന്നപ്പള്ളിയുടെ പേരിൽ വ്യാജമായ ഒരു പണാപഹരണ കേസ് വരികയും പണം തട്ടാനുള്ളൊരു ശ്രമമായിരുന്നു എന്ന് ഈ നാട്ടിലുള്ള സാധാരണക്കാർക്ക് അത് ബോധ്യമാകും. കേസാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് അനുവദിച്ചത്. ഏതായാലും മുതിർന്ന ഇപ്പോഴത്തെ ഇവിടെ എതിർ സ്ഥാനാർത്ഥിയായി വരുന്ന ആള് അതിന്റെ പിന്നിൽ ഒത്തിരി കളിച്ച ആളാണ്. ഇവിടെയും ആളുകളുണ്ട്, യുവ പ്രവർത്തകരുണ്ട്, മുതിർന്ന പ്രായമായ ആളുകളുണ്ട്. എങ്ങനെ എൽദോസ് നിന്നാ ജയിക്കുമോ? തീർച്ചയായും 100% ജയിക്കും. ഈ നിയോജകമണ്ഡലത്തിൽ ഏറ്റവും പ്രായമുള്ള ആളുകൾ മുതൽ ഏറ്റവും കൊച്ചുണ്ട് വിദ്യാർത്ഥികൾ വരെ നേരിട്ടറിയുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരു നേതാവാണ് എൽദോസ് കുന്നപ്പള്ളി. എൽദോസേ പെരുമ്പാവൂരിൽ ശത്രുക്കളില്ലാത്ത MLA ആണ്. അജാത ശത്രു എന്ന് കേട്ടിട്ടില്ലേ? ആ രീതിക്കുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. 10 കൊല്ലക്കാലം കൊണ്ട് ഇപ്പോൾ സീറ്റ് കൊടുക്കണ്ടെന്ന് മിത്രങ്ങൾ തന്നെയാണല്ലോ പറയുന്നത്. മിത്രങ്ങൾ അങ്ങനെ അത് ഞാൻ പറയും, ഏത് കാലത്തും പുഴുകുത്തുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ മിത്രങ്ങൾ ആരും പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് തോന്നണില്ല. മിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സീറ്റിനു വേണ്ടി സീറ്റ് വേണമെന്ന് ആഗ്രഹമില്ലാത്തവരാരാ ഉള്ളത്? അവരുടെയൊക്കെ ആഗ്രഹങ്ങൾക്ക് നമ്മളാരും തടസ്സമല്ല. പക്ഷേ ആ ആഗ്രഹങ്ങൾ കോൺഗ്രസിനും പാർട്ടിക്കും മുന്നണിക്കും ഗുണകരമായ ആളുകൾ വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ പെരുമ്പാവൂരിൽ ആ കുന്നപ്പള്ളി വന്നിട്ട് 10 വർഷമായി. 15 വർഷമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ മുതൽ അദ്ദേഹം പെരുമ്പാവൂരുമായി ബന്ധമുണ്ട്. ഇപ്പോൾ 10 വർഷമായി പെരുമ്പാവൂരിലെ സ്ഥിരതാമസക്കാരനാണ്. ഈ 200 ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞ പോലെ 200 ചില്ലാൻ ബൂത്ത് പ്രസിഡൻ്റെ പേരെടുത്ത് വിളിക്കാൻ യോഗ്യനായ ഒരു സ്ഥാനാർത്ഥി ശ്രീ എൽദോസ് കുന്നപ്പള്ളി മാത്രമേ ഉള്ളൂ. ഏതായാലും ഇതുപോലെയാണ്. അത് മാത്രമല്ല, ഇവിടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മുഴുവൻ പ്രാരംഭ പ്രവർത്തനങ്ങളും ചിട്ടയായിട്ട് നടന്നു. ഇവിടെ കൃത്യമായിട്ടുള്ള ബൂത്ത് കമ്മിറ്റികൾ കൂടി വോട്ട് ചേർക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടന്നു. മറ്റെല്ലാം ഇന്നലെയും മിനിങ്ങാന്നെല്ലാം UDF യോഗങ്ങൾ, അങ്ങനെ മറ്റു യോഗങ്ങളെല്ലാം ചേർന്ന് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു സ്ഥാനാർത്ഥി വരുന്നൊരു സാഹചര്യം ഇവിടെ നിലവിലില്ല. അതാണ് അവസ്ഥ. ഏതായാലും ഇതുപോലെയാണ്. നിരവധി പ്രാദേശിക നേതാക്കൾ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും പറയുന്നത് എൽദോസ് തന്നെ സ്ഥാനാർത്ഥിയായി മതി എന്നുള്ളതാണ്. എൽദോസിന് അതിനുള്ള യോഗ്യതയുണ്ട് എന്നുകൂടി ഇവർ പറഞ്ഞു വയ്ക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നവാസിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോടൻ, റിപ്പോർട്ടർ എറണാകുളം.